സംസ്ഥാനത്തൊട്ടാകെ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. പുതിയ ഗ്രൂപ്പ് രൂപപ്പെടുന്നു, പിണറായി വിജയൻ ഒതുക്കപ്പെടുന്നു, അതിലേക്ക് നിരോധിത സംഘടനകൾ പോലും സജീവമാകുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്താണ്. ഇപ്പോൾ പുതിയതൊന്ന്, കണ്ണൂർ പയ്യന്നൂരിൽ CPM-നുള്ളിലെ വിഭാഗീയ പ്രശ്നം പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമവുമായി CPM ജില്ലാ നേതൃത്വം. വിഭാഗീയത മൂലം 300-ലധികം CPM പ്രവർത്തകരാണ് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കഴിഞ്ഞ കുറേ നാളായി CPM-ൽ വിഭാഗീയത രൂക്ഷമാണ്. പലയിടത്തായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നു. പരിഹരിച്ച് തിരിച്ചു പോരുമ്പോഴേക്കും വീണ്ടും വിട്ടുനിൽക്കൽ, പാർട്ടി വിടൽ ഒക്കെ ഇപ്പോഴും ആലപ്പുഴയിലടക്കം സജീവമാണ്. കണ്ണൂരിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. പുതിയ ഗ്രൂപ്പാണോ എല്ലാത്തിനും പിന്നിൽ? CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലം കേരളത്തിലെ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ട് പയ്യന്നൂർ എന്ന് പറയേണ്ടി വരും. ധർമ്മടവും മട്ടന്നൂരും ഒക്കെയാണ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഭൂരിപക്ഷം നൽകിയതെങ്കിലും പാർട്ടിയുടെ ഏറ്റവും കേഡർമാരുള്ള ഏറ്റവും സംഘടനാ ശേഷിയുള്ള ഒരു നിയോജക മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്ത CPM-ന് ആശ്വാസം നൽകുന്ന വാർത്തകളല്ല, വിഭാഗീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. 2 വർഷം മുമ്പായിരുന്നു ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള TI മധുസൂദനന്റെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് TI മധുസൂദനെയും അന്നത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണനെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായിരുന്നു വിഭാഗീയ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായിരുന്നു TI മധുസൂദനൻ MLA-ക്കെതിരെ അന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ മുന്നോട്ടേക്ക് വെച്ച ആരോപണം. അങ്ങനെ പരാതി പറഞ്ഞ ആളെയും ആരോപിക്കപ്പെട്ട ആളെയും പരാതി പറഞ്ഞ ആളെയും ഈ ഫണ്ട് തിരിമറി നടത്തിയ ആളെയും ഒരുപോലെ സ്ഥാനത്തു നിന്ന് മാറ്റുന്ന ഒരു നടപടിയായിരുന്നു CPM സ്വീകരിച്ചത്. അന്ന് TI മധുസൂദനൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിൽ അവിടെ നിന്ന് തരം താഴ്ത്തി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ പരാതി നൽകിയ V കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെയൊക്കെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇരു ആളുകളെയും CPM-ലേക്ക് തിരികെ കൊണ്ടുവരികയും സ്ഥാനം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ആ വിവാദമാണ് പല രീതിയിൽ ഇപ്പോഴും CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിൽ പല ബ്രാഞ്ചുകളിൽ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നത്. ഇപ്പോൾ CPM-ന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത് പയ്യന്നൂർ സംഭവിച്ചു എന്നുള്ളതാണ്. CPM കാര പ്രദേശത്തെ 3 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഒരാഴ്ച മുമ്പ് നടക്കേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ ഈ വിഭാഗീയത മൂലം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല 340ഓളം പേർ ഒപ്പിട്ട പരാതി ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് CPM-നകത്തെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പ്രശ്നമാണ്. ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ കാര പ്രദേശത്തേക്ക് വന്നിട്ട് CPM പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആക്രമിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 340ഓളം വരുന്ന CPM അനുഭാവികളും പ്രവർത്തകരും അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറി MV ജയരാജനും കത്തുകൾ നൽകിയത്. എന്നാൽ ആ കത്തിൽ നടപടി ഉണ്ടാകുമെന്നും അക്രമം നടത്തിയ ആളുകളെ പുറത്താക്കുമെന്നും CPM-ന്റെ നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ CPM-ന്റെ നേതൃത്വത്തിന് സാധിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് കാര, നോർത്ത്, വെസ്റ്റ്, സൗത്ത് എന്നീ 3 ബ്രാഞ്ച് കമ്മിറ്റികളിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അനിശ്ചിതത്വമായി നീളുന്നത്. അതോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ 3 ബ്രാഞ്ചുകളിലെയും ബ്രാഞ്ച് സെക്രട്ടറിമാരുമായിട്ട് MV ജയരാജനും TV രാജേഷും P ജയരാജനും ഉൾപ്പെടെയുള്ള CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ പലകുറി ചർച്ച നടത്തിയെങ്കിലും ഈ CPM നേതൃത്വത്തിന് വഴങ്ങാൻ ഇവർ തയ്യാറായിട്ടില്ല. തങ്ങളെ ആക്രമിച്ച ആളുകളെ, അതായത് CPM-നകത്ത് CPM പ്രവർത്തകർ തമ്മിൽ പരസ്പരം തല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ആക്രമിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ ഒരു നീക്കുപോക്കിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു പ്രശ്നം ഈ CPM-ന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 3 ബ്രാഞ്ചുകളിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളൂർ സൗത്ത് ബ്രാഞ്ചിൽ ഇതേ പരിധിയിൽ തന്നെയാണ്, പയ്യന്നൂർ പരിധിയിൽ തന്നെയാണ് വെള്ളൂർ സൗത്ത് ബ്രാഞ്ചിൽ ഒരു സഹകരണ സ്ഥാപനമുണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട്. ആ പാൽ സൊസൈറ്റിയിൽ 9 ലക്ഷത്തിലധികം രൂപയുടെ തിരിമറി നടത്തിയതിനെ തുടർന്ന് അവിടെയുള്ള പയ്യഞ്ചാൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സതീശനെ കഴിഞ്ഞ വർഷം CPM-ൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ ഈ സതീശനെ CPM-ൽ നിന്ന് പുറത്താക്കിയിട്ടും അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നില്ല, സജീവമായി പ്രവർത്തനത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഈ പാൽ സൊസൈറ്റിയിൽ 9 ലക്ഷത്തിലധികം രൂപ തിരിമറി നടത്തിയ വ്യക്തിയെ
പയ്യഞ്ചാൽ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി കഴിഞ്ഞ ദിവസം നടന്ന പയ്യഞ്ചാൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. അതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷമായിട്ടുള്ള പോസ്റ്റർ പ്രചരണവുമായി പ്രദേശത്തെ CPM പ്രവർത്തകർ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. കള്ളനെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത് വിഭാഗീയതയുടെ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പോസ്റ്റർ പ്രചരണം ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ വെള്ളൂർ സൗത്ത്, വെള്ളൂർ എന്നൊക്കെ പറയുന്നത് നമ്മൾ CPMന്റെ പല പാട്ടുകളിലൊക്കെ കേട്ടിട്ടുള്ള പേരാണ്. അവിടെ അത്രത്തോളം CPMന് സ്വാധീനമുള്ള അല്ലെങ്കിൽ CPMന് താല്പര്യമുള്ള ഒരു മേഖലയാണ്. അവിടെയൊക്കെയാണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ പ്രത്യക്ഷമായ പോസ്റ്റർ പ്രചരണവുമായി CPMന്റെ അനുഭാവികൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് പയ്യന്നൂരിന് കുറച്ചപ്പുറത്തേക്ക് തളിപ്പറമ്പിലേക്ക് പോവുകയാണെങ്കിൽ മൊറാഴയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാടാണ്. മൊറാഴയിലുള്ള 5ാം പീടികയിൽ ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ഉദ്ഘാടകനായി ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നെങ്കിലും അവിടെ ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് അംഗനവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കടന്നത്. അങ്ങനെ CPM ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ മേഖലയിൽ CPM ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടി പ്രതിരോധത്തിലാകുന്ന കാഴ്ച, വിഭാഗീയ പ്രവർത്തനങ്ങൾ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധം, അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ തെറ്റ് തന്നെയാണ് അതിനുള്ളിൽ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇത്തവണ എന്ത് സംഭവിക്കും എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പയ്യന്നൂർ പോലെ പാർട്ടി ഗ്രാമങ്ങൾ സജീവമായ ശക്തി കേന്ദ്രം ാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുകൂടി ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.